വന്ദരായ കോർപ്പിസ്കോപ്പുമാരെ, ശ്രേഷ്ഠരായ വൈദികരെ, പ്രിയപ്പെട്ട ശമ്മാശന്മാരെ, കർത്താവിനനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ വലിയ നോമ്പിൻ്റെ 2 ആഴ്ചകൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മെ സംബന്ധിച്ച് വ്രതനിഷ്ഠയുടെ നാളുകളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. രക്ഷയുടെ പ്രധാന അടയാളമായ കർത്താവായ യേശു തമ്പുരാൻ്റെ ഉത്ഥാനത്തിലേക്ക് സഭാമക്കൾ വ്രതനിഷ്ഠയോട് പങ്കാളിത്ത മനോഭാവത്തിൽ പ്രവേശിക്കുന്നു എന്നർത്ഥം. ഈ ദേവാലയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ദേവാലയം നവീകരിച്ച് പുതുക്കി വീണ്ടും ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ദേവാലയത്തിലെ മക്കൾ ഒരുമയോട് ദൈവസന്നിധിയിൽ പുതുക്കത്തിലൂടെയും വ്രതനിഷ്ഠയിലൂടെയും കർത്താവിൻ്റെ ഉത്ഥാനത്തിലേക്ക് നടന്നെടുക്കുന്നു എന്ന് പറയുന്നതാകും കുറച്ചുകൂടി ശരിയായിരിക്കുന്നത്. നോമ്പുകാലം നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ്റെ സൗഖ്യദാനങ്ങളുടെ സംഭവങ്ങളാണ് വിവരിക്കുന്നത്. നമുക്കറിയാം, ആദ്യ ദിവസം കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിയ സംഭവം തുടങ്ങുന്നുവെങ്കിൽ തൊട്ടു പിന്നാലെ വരുന്നതായ ഉയർപ്പിന് മുമ്പുള്ള എല്ലാ ഞായറാഴ്ചകളിലും ഇടദിവസങ്ങളിലെ വേദവായനകളിലും സൗഖ്യദാനത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് വളരെ ശക്തമായി ഭംഗിയായി ചിത്രീകരിക്കുന്നുണ്ട്. ശരീരാത്മദേഹികളുടെ വിശുദ്ധി എന്നതാണ് സഭാമക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരിക്കുന്നത്. നാം ദൈവത്തോട് ചേർന്ന് നടക്കുന്നതും ദൈവം നമ്മോട് ചേർന്ന് നടക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നതും ഒരേ ഒരു കാരണം കൊണ്ടാണ്. നമ്മുടെ ശരീരത്തിന് വിശുദ്ധി ഉണ്ടാകണം, നമ്മുടെ മനസ്സിന് വിശുദ്ധി ഉണ്ടാകണം, നമ്മുടെ ആത്മാവിന് വിശുദ്ധി ഉണ്ടാകണം. ശരീരാത്മദേഹികൾ വിശുദ്ധീകരിക്കപ്പെട്ട് ലക്ഷ്യം പൂർത്തീകരിക്കുവാനായി വിളിയും നിയോഗവും സ്വീകരിച്ചവരാകുന്നു നാം എന്ന ചിന്തയാണ് നമ്മെ ഈ നോമ്പ് കാലത്ത് വ്രതനിഷ്ഠയ്ക്കും അതുപോലെ തന്നെ ഉപവാസത്തിനും പ്രാർത്ഥനകൾ കൂടുതൽ നടത്തുന്നതിനും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനും പ്രേരിപ്പിക്കുന്നത് എന്ന് ഏവരും മനസ്സിലാക്കണം. നോമ്പിൽ നമ്മുടെ കർത്താവ് നമുക്ക് നൽകുന്നതായ ശരീരാത്മദേഹികളുടെ സൗഖ്യമാകുന്നു പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയമെങ്കിലും അതിനെ നാം സ്വീകരിക്കുന്നത് എങ്ങനെയായിരിക്കണം എന്നതുകൂടി വളരെ ഭംഗിയായി ഈ ദിവസങ്ങളിൽ എടുത്തു കാട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ നോമ്പ് ആരംഭിക്കുമ്പോൾ തിങ്കളാഴ്ച തന്നെ നമ്മുടെ കർത്താവായ യേശു തമ്പുരാന് അഭിമുഖീകരിച്ചതായ 3 പരിശോധനകളെ എണ്ണി എടുത്തു കാട്ടിയുള്ള വേദഭാഗങ്ങൾ വായിക്കുന്നത്. നോമ്പിൻ്റെ അവസാനം 40-ാം വെള്ളിയാഴ്ചയും അതേ വേദഭാഗം തന്നെ പരിശുദ്ധ സഭ വായിക്കാനായി ക്രമീകരിച്ചിട്ടുണ്ട്. സഭാമക്കൾക്ക് നോമ്പ് കാലം അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും അനുഭവത്തിൽ സാത്താനോട് പോരാടി സാത്താനെ തോൽപ്പിക്കുകയും യേശുക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ സ്ഥിരമായി പ്രതിഷ്ഠിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ നിയോഗമായി നൽകുന്നത്. ദൈവം തമ്പുരാൻ നമുക്ക് സൗഖ്യദാനം നൽകുമ്പോൾ നാം തിരിച്ച് വ്യക്തമായി നടപ്പിലാക്കേണ്ടതായ ഒരു കാര്യമാണ് ഇത്. പിശാചിനെ തോൽപ്പിക്കുക, സാത്താനെ ആട്ടി ഓടിക്കുക. മോശയും ഏലിയാവും 40 ദിവസം നോമ്പെടുത്തു, നമ്മുടെ കർത്താവും നോറ്റു, ആകൽക്കർസായെ ജയിച്ചു എന്ന് ഓരോ ദിനവും ഉറങ്ങുന്നതിന് മുമ്പ് പാടി പ്രാർത്ഥന നടത്തി മുന്നോട്ട് പോകുന്ന ദൈവമക്കളായി നാം മാറുമ്പോൾ നമുക്ക് അനുതാപവും മനസാന്തരവും അതുവഴിയുള്ള സത്യകുംഭസാരവും വ്യക്തമായി ഉണ്ടാകണമെന്ന് ഈ ദിവസങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നു. നാം ശ്വസിക്കുന്ന വായുവിലുള്ള അഴുക്കുകൾ
നമ്മുടെ മരണത്തിന് കാരണമാകുന്നു. നമ്മുടെ ശ്വാസം കൊണ്ട് മറ്റൊരാൾക്ക് മരണത്തിന് കാരണം ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ നാം ശ്വസിക്കുന്ന ശ്വാസവും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്നതായ വചനങ്ങളും ചിന്തകളും നമ്മുടെ ജീവനും വേറൊരാളുടെ ജീവനും ഇടയാകുന്നത് ആയിരിക്കണമെന്നത് ഈ ദിവസങ്ങളിൽ നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ വളരെ ശക്തമായി അനുതാപത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും മാനസാന്തരത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും അതിന് അപ്പുറമായി നിൽക്കുന്നതായ വിശുദ്ധ കുംഭസാരത്തിൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിക്കുന്ന അവസ്ഥയെക്കുറിച്ചും വളരെ ശക്തമായി നമ്മോട് പ്രതിപാദിക്കുന്നത്. ഈ അടുത്ത കാലങ്ങളിൽ കാണുന്നതായ സങ്കടകരമായ ഒരു കാഴ്ചയുണ്ട്. അത് വേറൊന്നുമല്ല, അനുതാപം എന്നതും മാനസാന്തരം എന്നതും കുംഭസാരം എന്നതും അതിൻ്റെ തത്വങ്ങളും അർത്ഥങ്ങളും അന്വർത്ഥങ്ങളും ഒക്കെ മാറി ഇപ്പോൾ പുതിയ ചില അർത്ഥങ്ങളും അന്വർത്ഥങ്ങളും ഒക്കെയാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, പൊതുയോഗത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചടങ്ങ് കുംഭസാരമായി പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിക്കുന്നു. കുംഭസാരിക്കുന്ന ആൾ കുംഭസാരിച്ചു എന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ കുംഭസാരങ്ങളെ ചോദ്യം ചെയ്യുന്നതായ പ്രവണതകളും വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം പൊതുയോഗത്തിൽ അവൻ കുംഭസാരിച്ചത് എങ്ങനെ, എപ്പോൾ എന്ന് പരിശോധിച്ചുകൊണ്ട് കുംഭസാരിക്കുന്ന ആളുകളുടെ എണ്ണം സഭയിൽ കൂടുന്നുണ്ട്. അപകടകരമായ ഒരു സിറ്റുവേഷനിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മെയും നാം ആയിരിക്കുന്ന സമൂഹത്തെയും ദൈവികമായ സുഹൃതങ്ങൾ നാം നശിപ്പിക്കുന്നത് വഴി കൊല്ലുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഗൗരവത്തോടെ സഭാമക്കൾ ഓർക്കണം. ഈ ദേവാലയം പുതുക്കിപ്പണിത് കൂദാശ ചെയ്ത് വീണ്ടും പുനഃപ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പുനഃപ്രതിഷ്ഠ നമ്മുടെ ഹൃദയങ്ങളുടെ കഴുകലിന് കാരണമാകണം. ശുദ്ധവെള്ളത്താൽ കഴുകപ്പെട്ടവരായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുന്ന ദൈവമക്കളായി നാം മാറണം. അങ്ങനെയാകുമ്പോൾ അനാവശ്യമായ കുതന്ത്രങ്ങളിലേക്ക് നമ്മുടെ മനസ്സുകളെ തിരിക്കുവാൻ നാം മുരമ്പെടുകയില്ല. വിശുദ്ധിയുള്ള ദൈവമക്കളായി നാം മാറും. വിശുദ്ധിയുള്ള ദൈവമക്കളായി നാം മാറുന്നുവെങ്കിൽ നമ്മുടെ ശ്വാസോച്ഛ്വാസവും വിശുദ്ധിയുള്ളതായി മാറും. മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നതായ മണവും സുഗന്ധമായി മാറും. അത് പരിമളമായി മാറും. സമൂഹത്തിൽ ജീവിതം കൊണ്ട് പരിമളത്തെ പകർത്തുക, സുഗന്ധത്തെ വീശുക എന്ന നമുക്ക് നൽകിയിരിക്കുന്ന നിയോഗത്തെ അനുഗ്രഹപ്രദമായി പൂർത്തീകരിക്കുവാൻ ഈ ദിവസങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നു. അതായിരിക്കട്ടെ നമ്മുടെ ജീവിതം, അതായിരിക്കട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം, അതായിരിക്കട്ടെ നിങ്ങളുടെ ഈ പുനഃപ്രതിഷ്ഠയുടെയും അർത്ഥം. അങ്ങനെ നല്ല അർത്ഥങ്ങളിലൂടെ ജീവിച്ച് മുന്നോട്ട് പോകാനും നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സഭയെയും സഭാപിതാക്കന്മാരെയും വൈദികഗണത്തെയും നമ്മുടെ ഇടയിലുള്ളതായ രോഗികളെയും അനാഥരെയും വിധവകളെയും സർവരെയും സർവത്തെയും ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ വിശുദ്ധിക്കും അനുഗ്രഹത്തിനും വേണ്ടി സമർപ്പിക്കുന്ന ദൈവമക്കളായി മാറുക. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.